ഒരു തഞ്ചാവൂർ ബ്രാഹ്മിൺ കല്യാണം അവസാന ഭാഗം. കൈലാഷ്, ഇത് അരുൺ, എൻ്റെ ഫ്രണ്ടാണ്. അരുൺ കൈലാഷിനൊന്ന് കാണണമെന്ന് പറഞ്ഞു. സേതു കൈലാഷിനോടായി പറഞ്ഞു. അരുൺ കൈലാഷുമായി സൗഹൃദത്തിലായി. അവർ കോവിലേക്ക് തിരിച്ചു. പപ്പാ, അവിടെ. കല്യാണിന്റെ കയ്യിലിരുന്ന് തൊട്ടടുത്ത കടയിൽ വെച്ചിരിക്കുന്ന കൊച്ചു പാവക്കുട്ടിയെ നോക്കി കൈകാട്ടിക്കൊണ്ട് കാവ്യ പറഞ്ഞു. എന്റെ ചുന്ദരിക്കുട്ടിക്ക് വേണോ അത്? കല്യാൺ കാവ്യയോടായി ചോദിച്ചു. കാവ്യ അവന്റെ കഴുത്തിരിക്കൽ തലയുയർത്തി വെച്ചുകൊണ്ട് മൂളി. ഏയ് കാവ്യക്കുട്ടി, വേണ്ട, അങ്കിളുടെ ബുദ്ധിമുട്ടിക്കല്ലേ, മാമ നാളെ വാങ്ങിത്തരാം. അങ്കിളല്ല മാമ, പപ്പ. കാവ്യക്കുട്ടി കല്യാണിയുടെ കയ്യിലിരുന്ന് ചാരുവിനോടായി പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട കാവ്യക്കുട്ടി, നിന്റെ മാമയ്ക്ക് എത്ര പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. കല്യാണം അവിടെ കവളിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു. ഓഹോ, ഇപ്പൊ നിങ്ങൾ രണ്ടാളും സെറ്റ്, ഞാൻ ഒറ്റ അല്ലേ? അവൾ അവരെ നോക്കി കവിളും വീർപ്പിച്ച് മുന്നേ നടന്നു. അയ്യാ, മല്ലിപ്പൂ വാങ്ങിക്കോ അയ്യാ, പൊണ്ടാടിക്ക് പോട്ടി വിട്, മഹാലക്ഷ്മി മാറി ഇരിക്കും കയ്യാ. പിന്നിൽ നിന്ന് ആരോ വിളിക്കുന്ന കേട്ടാണ് കല്യാണ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയത്. കയ്യിൽ പൂക്കൊട്ടയുമായി ഒരു സ്ത്രീ. അവരുടെ കണ്ണുകൾ മുമ്പേ പിണങ്ങിപ്പോകുന്ന ചാരുവിന്റെ മേലെയാണ്. പാവയ്യ, സ്വാമി കോവിൽ പൂ വാങ്ങിയിടേൻ. ആർ വീണ്ടും കല്യാണിയോട് പറഞ്ഞു. ഇല്ല, ഇതെന്റെ ഭാര്യയല്ല, ഞങ്ങൾ. പക്ഷെ എന്തോ പറഞ്ഞു മുഴുമിക്കാൻ അവന് തോന്നിയില്ല. അതിനു മുമ്പേ അവന്റെ കണ്ണുകൾ കുറച്ച് ദൂരെയായി തങ്ങളെ നോക്കി നിൽക്കുന്ന ചാരുവിൽ പതിഞ്ഞു. അവൻ കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കാതെ ഒരു മുഴം പൂ വാങ്ങി അവർക്കതിന്റെ പൈസയും കൊടുത്തു. കാവിക്കുട്ടി അവന്റെ കയ്യിലിരുന്ന പൂവിൽ മുഖം ചേർത്ത് മണത്തു. അവളുടെ മുഖത്ത് തെളിഞ്ഞ ചിരി കണ്ട് കല്യാണിന്റെ മുഖത്ത് അത് പടർന്നു. അവർ ചാരുവിന്റെ അടുത്തെത്തി. കല്യാണം അവൾക്ക് നേരെ പൂ നീട്ടി. അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. പിന്നെ ഒരു ചിരിയോടെ അത് വാങ്ങി തലയിൽ ചൂടി. അവളുടെ നെറ്റിയിലെ ചുവന്ന കുറിയും തലയിലെ മല്ലിപ്പൂ അവൾക്ക് കൂടുതൽ ഭംഗി തോന്നിച്ചു. കാവിക്കുട്ടി അവളുടെ കൈകളിൽ സ്ഥാനമുറപ്പിച്ചു. ഈ കെയറിങ്, ഈ സ്നേഹം, ഇതെല്ലാം എനിക്ക് പുതിയതാ. എൻ്റെ കാര്യം അന്വേഷിക്കാനോ എനിക്കായിട്ട് സമയം ചെലവഴിക്കാനോ എന്തിനേറെ എന്നോട് സംസാരിക്കാനോ പോലും ആരും ഉണ്ടായിരുന്നില്ല. അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം ആഗ്രഹിച്ചപ്പോഴെല്ലാം ശൂന്യതയായിരുന്നു ഫലം. പെറ്റമ്മ ജന്മം നൽകിയുണ്ടെങ്കിൽ പോയപ്പോൾ ലോകം അപ്പായിലേക്ക് ചുരുങ്ങി. ആദ്യമൊക്കെ വലിയ സ്നേഹമായിരുന്നു, പക്ഷേ അതിനധികം ആയുസ്സുണ്ടായിരുന്നില്ല. വല്യമ്മയ്ക്ക് എന്നോടുള്ള ദേഷ്യം അപ്പാടെ കാതിലെൻ്റെ കുറ്റങ്ങളായി പതിഞ്ഞപ്പോൾ അന്ന് ആദ്യം അപ്പ എന്നെ ബെൽറ്റൂരി അടിച്ചു, മുറിയിൽ അടച്ചിട്ടു, പട്ടിണിക്കിട്ടു. പിന്നീട് അതങ്ങോട്ട് സ്ഥിരമായി. പക്ഷെ അപ്പയുടെ മുമ്പിൽ മാത്രം അവരെനിക്ക് എന്നെ സ്നേഹിക്കുന്ന അമ്മയായി. പലതവണ ഞാൻ പറയാൻ ശ്രമിച്ചു, പക്ഷെ അന്നൊക്കെ വല്യമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയ തല്ലിൻ്റെ ചൂടുകൊണ്ട് പിന്നീട് അപ്പയുടെ അടുത്തേക്ക് പോകാൻ പോലും ഞാൻ ഭയന്നു. പിന്നീട് ഒരിക്കൽ അപ്പയുടെ ഫ്രണ്ട്സ് ആരൊക്കെ വന്നിട്ടുണ്ടെന്നറിഞ്ഞു. പോകുന്ന വഴി അവരെന്നെയും കൂട്ടി. തലതെറിച്ച് എന്നെ അപ്പാക്ക് വേണ്ടെന്ന്. മക്കളില്ലാതിരുന്ന അവർക്ക് ഞാൻ ജീവനായിരുന്നു. അവരെന്നെ പഠിപ്പിച്ചു, ആഗ്രഹങ്ങൾ നിറവേറ്റി തന്നു. പക്ഷേ ഞാൻ അവരുടെ രക്തമല്ലല്ലോ. ഞാൻ ആഗ്രഹിച്ച ജീവിതം അതല്ല, എൻ്റെ സംസ്കാരം അതായിരുന്നില്ല. നാടും കോവിലും തിരുവിഴായും കണ്ണാടി വളകളും പട്ടുപാവട ഇഷ്ടപ്പെട്ടിരുന്ന ഞാൻ മുട്ടോളം പോലുമില്ലാത്ത കുട്ടി നിക്കറും ബനിയനും ഇടാൻ നിർബന്ധിതയായി. വളകളിടാൻ ആഗ്രഹിച്ച കൈകളിൽ ഒരു വാച്ച് മാത്രം അവശേഷിച്ചു. പിന്നെ ഒതുക്കിയിരുന്ന മുടികൾ കാറ്റിൽ അലഞ്ഞു നടന്നു തുടങ്ങി. അത് ഞാൻ ആഗ്രഹിച്ചിരുന്ന ജീവിതമല്ല. 20ാമത്തെ വയസ്സിൽ ഒരു കാർ ആക്സിഡൻറ്റിൽ അവർ എന്നെ വിട്ടു പോയപ്പോൾ ഞാൻ വീണ്ടും ഒറ്റക്കായി. ആ വലിയ വീടും ഞാനും മാത്രം. അവരെനിക്കായി കരുതി വെച്ചിരുന്ന സമ്പാദ്യം എൻ്റെ പഠിപ്പിനായി മാറ്റിവെച്ചു. പഠിച്ച് ജോലി നേടി. പക്ഷെ അപ്പോഴും ഞാൻ ഒറ്റക്കാണ്, എൻ്റെ എന്ന് പറയാൻ ആരുമില്ലാതെ. കാവിക്കുട്ടിയെ കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. മറ്റൊരു ചാരുവായിട്ട് അവൾ മാറരുതെന്ന് തോന്നി. അതുകൊണ്ടാണ് പോകുമ്പോൾ അവളെയും കൂടെ കൂട്ടെന്ന് പറഞ്ഞ്. ആരും എതിർത്തില്ല, എന്തിനൊന്നും ചോദിച്ചില്ല. ഒരു ശല്യം ഒഴിഞ്ഞ പോലെ എല്ലാവരും ഒന്ന് ചിരിച്ചു. പക്ഷേ നിങ്ങൾ വ്യത്യസ്തനാണ് കല്യാണം. ഞാൻ ഇടപെട്ടിരുന്ന, പഴകിയിരുന്ന, പരിചയപ്പെട്ടിരുന്ന വ്യക്തികളിൽ നിന്ന് ഏറെ വ്യത്യസ്തൻ. ചാരു മനസ്സിലോർത്തു. അവൾ കല്യാണിനെ നോക്കി. കാവ്യയ്ക്ക് ഇഷ്ടമുള്ളതൊക്കെ തിരക്കി അവളെയും കൊണ്ട് ഓരോ കടയും കയറിയിറങ്ങുന്ന തിരക്കിലാണ് കല്യാൺ. തീർച്ചയായും നിങ്ങളൊരു നല്ല അച്ഛനാണ് കല്യാൺ. സേതു ഭാഗ്യവതിയാ. കല്യാൺ, ഞാൻ അരുൺ. സേതു തന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. അവരുടെ സ്റ്റാറ്റസിന് ചേർന്ന മരുമകനല്ല ഞാൻ. അതുകൊണ്ട് തന്നെ അവരുടെ വീടിൻ്റെ പടികടന്നകത്ത് പോകാൻ പോലും എനിക്ക് അനുവാദമില്ല. സേതു ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴേ ഞാനതൊക്കെ അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചതാണ്. പക്ഷേ അവൾക്കതൊന്നൊരു പ്രശ്നമായിരുന്നില്ല. പക്ഷേ ഇന്നൊരു തീരുമാനം എടുക്കാൻ അവളെ കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ 3 പേരും ഒരേപോലെ ഈ കുരുക്കിൽപ്പെട്ട് നിൽക്കുന്നത്. അരുൺ കല്യാണിനോടായി പറഞ്ഞു. യെസ് അരുൺ, സേതു പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ നോക്കിയിട്ടൊരു മാർഗ്ഗേ കാണുന്നുള്ളൂ. സേതുവിനെ കൂട്ടി താൻ കുറച്ച് ദിവസം മാറി നിൽക്കുക. കല്യാണം നടത്താനാണ് പ്ലാനെങ്കിൽ അതിന് ഞാൻ ഹെൽപ്പ് ചെയ്യാം. എനിക്കിവിടെ അത്യാവശ്യം പരിചയമൊക്കെ ഉണ്ട്. കല്യാൺ മറുപടി പറഞ്ഞു. അത് ഞാനും പറഞ്ഞതാ. പക്ഷെ സേതു അവിടെ അച്ഛനെ വിട്ട് അങ്ങനെ വരാൻ തയ്യാറല്ല. അവൾക്ക് അവരുടെ വെറുപ്പ് നേടാൻ പറ്റില്ലെന്ന്. ഇതല്ലാതെ മറ്റൊരു മാർഗ്ഗം എൻ്റെ മനസ്സിൽ വരുന്നുമില്ല. അരുൺ പറഞ്ഞു നിർത്തി. ഞാൻ നോക്കിയിട്ട് സേതു സ്ട്രോങ് ആയിട്ട് നിൽക്കില്ലാതെ മറ്റൊരു മാർഗ്ഗവും ഞാൻ കാണുന്നില്ല. ഈ ദേഷ്യം കുറച്ച് നാൾ കഴിഞ്ഞങ്ങ് മാറും സേതു. താൻ ഒന്നുകൂടി ആലോചിച്ച് നോക്കുക. കല്യാൺ സേതുവിനോടായി പറഞ്ഞു. ഇല്ല കല്യാൺ, തനിക്കറിയില്ല അപ്പേ. ചാരുവിൻ്റെ കാര്യം തന്നെ നോക്ക്. ഒരു റിസ്ക് എടുക്കാൻ എനിക്ക് വയ്യ. മറ്റെന്തെങ്കിലും ഒരു വഴി തെളിയാതിരിക്കില്ല. സേതു പറഞ്ഞു നിർത്തി. ചാരുവിനെന്താ? കല്യാൺ മനസ്സിലോർത്തു.
ചാരു അവളൊരു അത്ഭുതം തന്നെയാണ്. ചുരുളഴിയാത്ത ഒരുപാട് രഹസ്യങ്ങളുടെ ഒരു കലവറ. താൻ പോലും അറിയാതെ എന്തോന്ന് എന്നെ അവളിലേക്ക് വലിച്ചടുപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാനതറിയും. അവൻ കുറച്ചു ദൂരെയായി കൈലാഷിനും കാവിക്കുട്ടിക്കൊപ്പം കളിക്കുന്ന ചാരുവിനെ നോക്കി. അവന്റെ കണ്ണുകൾ അവളിൽ മാത്രം മുടക്കി കിടക്കുന്ന പോലെ. കുറച്ചു സമയം അവിടെ എല്ലാവരും ഒന്നിച്ച് ചെലവഴിച്ച ശേഷം അധികം വൈകാതെ തന്നെ അവർ വീട്ടിലേക്ക് തിരിച്ചു. സേതുവിനെ കൊണ്ട് പുറത്തു വന്നുകൊണ്ട് തന്നെ അവളുടെ വീട്ടുകാർ തിരക്കുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. എന്നാൽ ഇതിനിടയിൽ അരുണിന്റെ ചാരുവിനോടുള്ള സ്നേഹം കല്യാണം ശ്രദ്ധിച്ചിരുന്നു. അവളുടെ ഇഷ്ടങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് എല്ലാം നോക്കി നോക്കി അവൾക്ക് വാങ്ങിക്കൊടുക്കുകയും ആൾക്കൂട്ടത്തിനിടയിൽ അവളുടെ കൈകളെ പൊതിഞ്ഞ് സൂക്ഷിക്കുകയും ചെയ്യുന്ന അയാളിൽ ചാരുവിനോടുള്ള സ്നേഹം സ്പഷ്ടമായിരുന്നു. ഒരച്ഛനെ പോലെ അല്ലെങ്കിൽ ഒരാങ്ങളെ പോലെ അവളും അയാളെ ഹൃദയത്തോട് ചേർത്ത് വച്ചിരിക്കുന്നു എന്ന് തിരികെയുള്ള യാത്രയിൽ അവൻ ഓർത്തു. രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു പെണ്ണ്, ഒരു കടൽ പോലെ അനന്തമായവൾ. പുറമേ ശാന്തമെങ്കിലും അതിൻ്റെ ഉള്ളാഴങ്ങളിൽ ഒരു ചുഴി ഒളിഞ്ഞു കിടക്കുന്നത് പോലെ. തിരികെ വീട്ടിലെത്തുമ്പോൾ എല്ലാവരും അവരെയും പ്രതീക്ഷിച്ച ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു. അവർ വന്ന പാടെ ജാനകി എല്ലാവരെയും വിളിച്ച് അടുത്തിരുത്തുകയും വിശേഷങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ചാരുവിന് മാത്രം ഇതൊന്നും അനുവദനീയമല്ല. ചെറിയ പ്രായത്തിലെന്നോ ഹാളിൽ സോഫയിൽ ഇരുന്നതിന് വലിയമ്മ തന്ന സമ്മാനത്തിന്റെ ചൂട് ഇന്നും കാൽമുട്ടിൽ അവൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് അവരിൽ നിന്ന് മാറി കുറച്ച് അപ്പുറത്തായി അവൾ നിലയുറപ്പിച്ച്. ഇതൊന്നും തൻ്റെ അല്ലെന്നും ഇവിടെയുള്ള ആരും തൻ്റെ അല്ലെന്നും അവൾ അവളുടെ മനസ്സിനെ എന്നോ പറഞ്ഞ് പഠിപ്പിച്ച് കഴിഞ്ഞിരുന്നു. എന്നാൽ ചാരുവിൻ്റെ ഈ മാറ്റം രണ്ട് കണ്ണുകൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു അവൾ അറിഞ്ഞിരുന്നില്ല. സേതുവിനോടും കല്യാണിനോടും കൈലാഷിനോടുമെല്ലാം സംസാരിച്ച് തിരിഞ്ഞ ജാനകി ചാരുവിനായി തിരിഞ്ഞു. ജനാലക്കരികിലെ ഒരു മൂലയിലായി കാവ്യയും എടുത്തു നിൽക്കുന്ന അവളെ ജാനകി വാത്സല്യത്തോടെ നോക്കി. ആ ചാരുമോളെന്താ അവിടെ നിൽക്കുന്നേ? ഇങ്ങ് വന്നേ. നിങ്ങൾ അമ്മയും മോളെ എപ്പോഴും ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്നാ എങ്ങനെയാ? വന്നേ, അമ്മ ചോദിക്കട്ടെ. ജാനകി അവളെ സ്നേഹപൂർവ്വം അടുത്തേക്ക് വിളിച്ചു. അമ്മ. ആ വാക്ക് അവളുടെ മനസ്സിൽ തങ്ങി നിന്നു. ചെറുപ്പത്തിൽ ഒരുപാട് ആഗ്രഹിച്ച ഒന്നാണ് അമ്മയുടെ സ്നേഹം, തലോടൽ, ചേർത്ത് നിർത്തൽ. സ്നേഹത്തോടെ വായിൽ തരുന്ന ഒരു പിടി ചോറ്. പക്ഷേ അങ്ങനെയൊന്നിന് അർഹതയുണ്ടായിരുന്നില്ല. ജനിച്ചപ്പോൾ തന്നെ അമ്മയുടെ ജീവനെടുത്ത് ഭൂമിയിൽ വന്നവൾക്ക് ആഗ്രഹിക്കാൻ പോലും അർഹതയില്ല. പക്ഷേ ഇന്ന് ജാനകി അങ്ങനെ പറഞ്ഞപ്പോൾ അവളുടെ ഹൃദയം ഇടിക്കാൻ മറന്ന് നിന്നതുപോലെ. പക്ഷേ തനിക്ക് അവിടേക്ക് പോകാനുള്ള അധികാരമുണ്ടോ? താൻ ഇവിടെ ഒരു അധികപ്പറ്റാണ്. തന്നെ ഈ കുടുംബത്തിൽ ഒരു അംഗമായിട്ട് ആരും ഇതുവരെ പരിഗണിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ ഞാൻ? ചാരുമോളെ വാടാ, അമ്മയല്ലേ വിളിക്കുന്നത്. ഇത്രയും നാണോ? അമേരിക്കയിൽ പോയി പഠിച്ച് അവിടെ താമസിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ ഇത്ര നാണക്കാരിയാണെന്ന് അമ്മ അറിഞ്ഞില്ലല്ലോ. വാടാ. ജാനകി വീണ്ടും സ്നേഹപൂർവ്വം വിളിച്ചപ്പോൾ നിരസിക്കാൻ തോന്നിയില്ല. മെല്ലെ ശാരദ അവളൊന്ന് ഏറുകണ്ണിട്ട് നോക്കി. ആ കണ്ണിൽ അറപ്പും വെറുപ്പുമല്ലാതെ മറ്റൊന്നും അവൾക്ക് കാണാൻ സാധിച്ചില്ല. അധികമൊന്നും ആലോചിക്കാതെ അവൾ ജനാലക്കരികിലേക്ക് നടന്നു. അവരവളുടെ മൂർത്താവിൽ ചുംബിച്ച് വിവരങ്ങൾ തിരക്കി. ജീവിതത്തിൽ അന്ന് ആദ്യമായി അവൾ അമ്മയുടെ സ്നേഹം അറിയുകയായിരുന്നു നിറ കണ്ണുകളോടെ. ഓരുമ്പെട്ടോളെ, എന്റെ കുഞ്ഞിന്റെ ജീവിതം തുറക്കാൻ തന്നെയാണ് നീ. തള്ള എന്റെ ജീവിതം തുളച്ചു. ഇപ്പൊ നീയായിട്ട് എന്റെ ജീവിതം തുറക്കാൻ നോക്കുന്നോ? പിഴച്ചു പറ്റവള്. വലിയമേ, ഞാനൊന്നും. ചാരുവിന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ചാലിട്ടൊഴുകി. അവളുടെ വാക്കുകൾ തൊണ്ടക്കുഴിയിൽ തങ്ങി നിന്നു. നിർത്തി, നിന്റെ ഒരു വിശദീകരണം കേൾക്കണ്ട. എന്റെ മകൾ അവിടെ ഭാവികാലവരന്റെ കൂടെ പുറത്തു പോകുമ്പോ ഒരുങ്ങി ചമഞ്ഞ് കൂടിറങ്ങി ആരടി നിനക്ക് അനുവാദം തന്ന്? അവനെ കാണുമ്പോൾ നിന്റെ ഉളക്കം ഞാൻ ശ്രദ്ധിക്കുന്നില്ലെന്നാണോ? വലിയമ്മ, സേതുവിന്റെ ഭർത്താവ് എനിക്ക് എന്റെ സഹോദരനെ പോലെയാ. അയാളെ കാണുമ്പോൾ ഞാൻ എന്തിനങ്ങനെ ചെയ്യണം? കാരണേ നിന്റെ തള്ള നിന്നെ പഴച്ചു പറ്റതാ. ഭാര്യയും മക്കളുള്ള ഭർത്താവിന് ദാരിദ്ര്യത്തിനെയും കഷ്ടപ്പാടിനെയും കഥ പറഞ്ഞ് വലയിലാക്കി. ആരും അറിയാതെ നിന്നെയും വയറ്റിലുണ്ടാക്കി ആളെയും കൂടെ ഒഴിച്ച് താമസിച്ചവളല്ലേ നിന്റെ തള്ള. മകളും ആ വഴി തന്നെയല്ലേ പിന്തുടരൂ. മറ്റൊരുത്തിയുടെ ഭർത്താവിനെ വശീകരിക്കാൻ അമ്മയെപ്പോലെ തന്നെ മകൾക്കും നല്ല കഴിവാ. തള്ള ചത്തൊടുങ്ങിയപ്പോ സമാധാനിച്ചു. പക്ഷേ വിത്ത് വളർന്നു വരുന്ന കാര്യം ഓർത്തില്ല. ഇന്നതെന്റെ മകൾക്ക് ദോഷമായി നിൽക്കുന്നു. പിഴച്ചവൾ. ശാരദ പറഞ്ഞു നിർത്തി. അതേ വല്യമ്മേ, പിഴച്ചവൾ തന്നെയാ എന്റെ അമ്മക്ക് പറ്റിയ പിഴവ്. സ്നേഹം ഭാവിച്ച് കൂടെ കൂടി എന്റെ അച്ഛൻ എന്ന് പറയുന്ന ആളെ കണ്ണടിച്ച് വിശ്വസിച്ച് എന്റെ അമ്മ ചെയ്ത പിഴവ് തന്നെയാ. സ്നേഹം മാത്രം പറഞ്ഞ് അടുത്ത് വന്നവൻ, ആശ്വസിപ്പിച്ചവൻ ശരീരം കീഴടക്കിയപ്പോൾ ഏതൊരു കാമുകയും പോലെ എന്റെ അമ്മയെ അയാൾ വിശ്വസിച്ചു പോയി. അതും അമ്മയുടെ പിഴവ്. വയറ്റിൽ കുരുത്ത ജീവനെ കൊന്നുകളയാൻ പറഞ്ഞപ്പോൾ അതിന് സമ്മതം മൂളാത്ത അടുത്ത പിഴവ്. ഒടുവിൽ താൻ സ്നേഹിച്ചവൻ തന്റെ വയറ്റിൽ വളർന്ന ജീവന്റെ ഉടമസ്ഥൻ മറ്റൊരു പെണ്ണിന്റെ ഭർത്താവെന്ന് അറിഞ്ഞപ്പോഴും നിവൃത്തികേടുകൊണ്ട് അയാളെ വിട്ടു പോവാത്ത അടുത്ത പിഴവ്. സ്നേഹിച്ചു പോയി എന്ന് മാത്രമാണ് വല്യമ്മേ എന്റെ അമ്മ ചെയ്ത തെറ്റ്. സ്നേഹിച്ചവരെ വിശ്വസിച്ചെന്ന് മാത്രമാണ്. അങ്ങനെ നോക്കി ഈ ഭൂമിയിൽ ആരാണ് പിഴച്ചവരല്ലാത്തത്? എന്റെ അമ്മ ചെയ്ത പിഴപ്പിന്റെ ശേഷിപ്പാണ് ഞാനെന്ന് പറഞ്ഞില്ലേ? അപ്പൊ നിങ്ങൾ ചെയ്ത പിഴവിന്റെ ഫലമല്ലേ ചെയ്തു? ബന്ധങ്ങൾ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് വല്യമ്മ നിലനിൽക്കുന്നത്. ആ വിശ്വാസം കൊണ്ട് തന്നെയാ, സ്നേഹം കൊണ്ട് തന്നെയാ എന്റെ അമ്മയാൾക്ക് മുമ്പിൽ കിടന്നു കൊടുത്ത് അച്ഛൻ എന്റെ അമ്മയെ ഒന്നി ചെയ്ത തെറ്റിന് എന്റെ അമ്മയെ കുറ്റക്കാരിയാക്കുമ്പോ കൂട്ടുപ്രതി ആ മനുഷ്യനെ നിങ്ങൾ എന്തുകൊണ്ട് തള്ളി പറയുന്നില്ല? നിർത്തടി ഒരുമ്പെട്ടോളെ, നീ വർത്താനം പറയുന്നോ? ശാരദ അവിടെ രണ്ട് കവിളിൽ ആഞ്ഞടിച്ചു. അവരുടെ കൈപ്പട അവളുടെ കവിളിൽ തെളിഞ്ഞു കിടന്നു.
നിന്റെ നാക്ക് കൈ വെച്ചാ മതി. ഇനി മേലാ നിന്നെ പുറത്ത് കണ്ടുപോയേക്കരുത്. ഈ വീട്ടിൽ നീ വെറും ഒരു വേലക്കാരി മാത്രം, പിഴച്ചോൾ. അതും പറഞ്ഞ് ശാരദ ഇറങ്ങിപ്പോകുമ്പോൾ ചാരു കവിളിൽ കൈവച്ച് കരഞ്ഞുകൊണ്ട് നിലത്തേക്കിരുന്നു. അവളുടെ ഹൃദയം നീറുന്നുണ്ടായിരുന്നു. അവൾ അവളുടെ വിധിയെ പഴിച്ചു. നിലത്തിരുന്ന് കരയുന്ന ആ പെൺരൂപത്തെ അലിവോടെ നോക്കിയിരുന്നുകൊണ്ട് കല്യാണ ഇടനാഴിയിൽ മറഞ്ഞു നിന്നു. അവളെ ആശ്വസിപ്പിക്കണമെന്നും തലോടണമെന്ന് അവന് തോന്നി. പക്ഷേ ഇല്ല, അതിനുള്ള സമയമല്ലിത്. ആദ്യം ശാരദക്കുള്ള മറുപടി അതാണ് വേണ്ടത്. കല്യാൺ മനസ്സിലോർത്തു. കരഞ്ഞു കരഞ്ഞ് എപ്പോഴും അവൾ ആ തറയിൽ കിടന്നുറങ്ങിപ്പോയിരുന്നു. മനസ്സിലാ മനസ്സോടെ അവൾ അവിടെ വിട്ടിട്ട് അവൻ അവിടുന്ന് ഇറങ്ങി നടന്നു. വൈകുന്നേരം കോവിൽ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എല്ലാവരും. ഹാളിൽ വന്നെത്തിയ ആൾക്കൂട്ടത്തിൽ ചാരുവിന്റെ മുഖം കല്യാൺ തിരഞ്ഞു. ഇല്ല, ആ സംഭവത്തിന് ശേഷം 2 ദിവസമായി ചാരു എന്ന പെണ്ണ് ഈ വീട്ടിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായതുപോലെ അവന് തോന്നി. അമ്പലത്തിൽ പോകുമ്പോഴെങ്കിലും അവളും കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചാണ് അവൻ ഒരുങ്ങി ഇറങ്ങിയത്. എന്നാൽ അവിടെയും നിരാശയായിരുന്നു ഫലം. അധികം വൈകാതെ തന്നെ എല്ലാവരും അമ്പലത്തിലേക്ക് തിരിച്ചു. ശാരദ കല്യാണിനൊപ്പം നടക്കാൻ സേതുവിനെ നിർബന്ധിക്കുന്ന കല്യാണം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നിവൃത്തിയില്ലാതെ സേതു അനുസരിച്ചു. എന്താണോ തൻ്റെ അമ്മ തന്നെ നേരിൽക്കാൻ സമ്മതിക്കുന്നില്ല അല്ലേ? ആ, താൻ കണ്ടോ, എന്നെ നിലത്തിരിക്കാൻ സമ്മതിക്കുന്നില്ല. സേതു മറുപടി പറഞ്ഞു. ഡോ, തനിക്ക് അരുണിനെ കണ്ടേ? പക്ഷെ എങ്ങനെ? അവൾ സംശയത്തോടെ ചോദിച്ചുകൊണ്ട് അവനെ നോക്കി. ഞാൻ ഹെൽപ്പ് ചെയ്യാം, പക്ഷേ താനും എന്നെ ഹെൽപ്പ് ചെയ്യണം. എങ്ങനെ? സേതു അവന് നേരെ തിരിഞ്ഞു. എനിക്കൊരു സ്ഥലം വരെ പോകണം. ഞാൻ എവിടെയാണെന്ന് ആരോടും പറയരുത്. തന്നെ അരുണിൻ്റെ അടുത്താക്കി ഞാൻ പൊക്കോളാം. വീട്ടുകാരുടെ പെർമിഷനൊക്കെ ഞാൻ വാങ്ങിക്കാം. കല്യാണം ഒറ്റവാക്കിൽ പറഞ്ഞു. ഓ അങ്ങനെ, ഡോ കള്ളപ്പെട്ടാളം. എൻ്റെ ചാരുവിനോട് കുറുകാൻ ഞാൻ തനിക്ക് ഹെൽപ്പ് ചെയ്യണമല്ലേ? സേതു കള്ളനെ പിടിച്ച പോലെ അവനെ നോക്കി ചിരിച്ചു. അവൻ അവളെ നോക്കി ചിരിച്ചു. എന്തായാലും താൻ ചോദിക്ക്, നമുക്ക് വഴിയുണ്ടാക്കാം, സേതു പറഞ്ഞു. അവൻ മെല്ലെ അവിടെ കവിളിപ്പിച്ചുകൊണ്ട് മുന്നിൽ ഓടി. കല്യാണിന്റെ ഭാവമാറ്റം ശ്രദ്ധിച്ചുകൊണ്ട് സേതു അന്താളിച്ച് നിന്നു. നമുക്ക് മാത്രം എന്താ കാവ്യക്കുട്ടി, ആരും ഇല്ലാത്ത? എല്ലാവർക്കും എന്താ നമ്മളോട് ഇത്ര ദേഷ്യം? നിന്റെ മമ്മ അത്രയ്ക്ക് മോശക്കാരിയാണോ? വല്യമ്മയുടെ കണക്കിൽ ഞാൻ വലിയൊരു തെറ്റാണ്, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു തെറ്റ്. ശരിയാണ്, ഞാൻ ജനിക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ എൻ്റെ അമ്മ മാത്രം ഇങ്ങനെ തെറ്റുകാരിയായി. എൻ്റെ അച്ഛനെന്ന് പറയുന്ന ആ മനുഷ്യൻ അതിൽ കൂട്ടുപ്രതിയല്ലേ? അച്ഛനില്ലാത്ത അയിത്തം പിന്നെ എങ്ങനെ എൻ്റെ അമ്മയ്ക്ക് മാത്രം വന്നു? പ്രണയിക്കുന്ന ഒരു തെറ്റാണോ? സ്നേഹിച്ച ആളെ വിശ്വസിക്കുന്നു, അല്ല, അതൊരു തെറ്റായിരുന്നില്ല. എന്നാൽ സ്വന്തം കുടുംബത്തെ മറച്ചു വെച്ച് മറ്റൊരുവളെ സ്വന്തമാക്കുന്ന തെറ്റ് തന്നെയാണ്. പക്ഷേ ഇതിലെങ്ങനെ ഒന്നും അറിയാതെ പോയ എൻ്റെ അമ്മ മാത്രം തെറ്റുകാരിയായി. സ്നേഹം, സംരക്ഷണം, സമാധാനം ഇതെല്ലാം ഭാഗ്യം ചെയ്ത ആളുകൾക്ക് വിധിച്ചിട്ടുള്ള കാവ്യക്കുട്ടി. നിന്റെ അമ്മയ്ക്ക് ഇതൊന്നും പറഞ്ഞിട്ടില്ല. നാടും വീടും ഉപേക്ഷിച്ച് തനിയെ കഴിയാൻ എനിക്ക് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇപ്പം ഞാൻ ഹാപ്പിയാണ്. എൻ്റെ കൂടെ നീയും വരുന്നുണ്ടല്ലോ ഇനി. ഒരുപക്ഷെ ഇതെൻ്റെ സ്വാർത്ഥ തന്നെയാവാം. ഒറ്റയ്ക്കാണെന്ന ചിന്തയിൽ നിന്ന് ഒളിച്ചോടാൻ ഞാൻ എൻ്റെ ഏകാന്തവാസത്തിലേക്ക് നിന്നെയും വലിച്ചിഴക്കുകയാവാം. പക്ഷേ ഞാനും നീ ഇവർക്ക് അധികപ്പറ്റാണ് കാവ്യ. നിന്നെയും കൂടി നരകത്തിൽ ഉപേക്ഷിച്ചു പോകാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ചാരുമല്ലേ തൻ്റെ നെഞ്ചിൽ തലവെച്ചുറങ്ങുന്ന കാവ്യയുടെ നെറുകിൽ മുത്തിക്കൊണ്ട് അവളുടെ സങ്കടങ്ങൾ പറഞ്ഞു തീർക്കുകയാണ്. കാലത്ത് അമ്പലത്തിൽ പോകാൻ എല്ലാവരും റെഡിയാകുന്ന കണ്ടപ്പോൾ മനസ്സ് വല്ലാണ്ട് ആഗ്രഹിച്ചിരുന്നു എല്ലാവരുടെയും ഒപ്പം എനിക്കും പോകണമെന്ന്. പക്ഷേ കുളിച്ച് റെഡിയായി റൂമിൽ വന്നപ്പോൾ കണ്ടു ദേഷ്യം കൊണ്ട് ചുവന്ന വല്യമ്മയുടെ കണ്ണുകൾ. വലിച്ചഴച്ച് മുറിയിൽ കയറ്റി മുഖത്തടിക്കുമ്പോൾ കണ്ണിൽ നിന്നും പൊന്നീച്ച പാറുന്നുണ്ടായിരുന്നു. പ്രതികരിക്കാൻ അധികാരമില്ലാത്തവൾക്ക് അത് തലകുനിച്ചെന്ന് വാങ്ങാനേ അവകാശമുള്ളൂ. കെട്ടിച്ചമഞ്ഞ് എങ്ങോട്ട് പോവാടി? തള്ളയുടെ പാത പിന്തുടരാനാണ് പാവെങ്കിൽ കൊന്നുകളഞ്ഞാൻ എന്ന് വല്യമ്മ പറഞ്ഞപ്പോൾ മനസ്സൊന്ന് വേദനിച്ചു. പ്രതികരിച്ചില്ല. ഒഴുകിയിറങ്ങിയ കണ്ണുനീർ വാശിക്ക് തുടച്ചുകൊണ്ട് തറയിലിരുന്നല്ലാതെ മുഖമുയർത്തി അവരെ നോക്കുപോലും ചെയ്തില്ല. ജാനകിയമ്മ വന്നിരുന്ന് മുറിയിൽ ആൾക്കൂട്ടത്തിൽ എന്നെ തിരയാനൊരു കണ്ണുണ്ടെന്നറിഞ്ഞപ്പോൾ സന്തോഷം തോന്നി. കൂടെ ചെല്ലാൻ പറഞ്ഞപ്പോൾ വല്യമ്മയാണ് മറുപടി പറഞ്ഞ്, ഞാൻ തീണ്ടാരിയാണത്രേ. ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. പണ്ടേ നുണ പറയാൻ വല്യമ്മയെ ആരും പഠിപ്പിക്കേണ്ടല്ലോ. കാവ്യമെല്ലെ കട്ടിൽ കിടത്തി അവളും കൂടെ കിടന്നു. നിറഞ്ഞു വന്ന കണ്ണുകൾ മെല്ലെ തുടച്ച് കണ്ണുകൾ അടച്ച് കിടന്നു. ചാരു കാവ്യയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് മെല്ലെ അവളുടെ മുറിയുടെ വാതിൽക്കൽ നിൽക്കുകയായിരുന്നു കല്യാൺ. സേതുവിനെ കൊണ്ട് പുറത്തു പോകുന്നതെന്ന് പറഞ്ഞ് വീട്ടുകാരെല്ലാം ക്ഷേത്രത്തിൽ നിർത്തി സേതുവിനെ അരുണിന്റെ വീട്ടിലാക്കിയിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ വന്ന് നോക്കുമ്പോൾ കണ്ടത് കാവ്യയെ ചേർത്ത് പിടിച്ച് സങ്കടം പറഞ്ഞു തീർക്കുന്ന ചാരുവിനെയാണ്. ഇന്നലെ വരെ അവൾ അവനൊരു രഹസ്യമായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. തുറന്നു വെച്ചൊരു പുസ്തകം പോലെ സ്പഷ്ടമാണ് ഇന്നവൾ. അവളുടെ ജീവിതം അവളേക്കാൾ വ്യക്തമായി ഇന്ന് അവൻ അറിയാം. എങ്ങനെയാണ് ഒരു പെണ്ണിന് ഇത്രയേറെ സങ്കടങ്ങൾ ഉള്ളിൽ കൊണ്ടു നടക്കാൻ കഴിയുന്നത്? സ്നേഹത്തിന് വേണ്ടി മാത്രം കൊതിക്കുന്ന മനസ്സ് ഇവളെന്നെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നുണ്ട്. ശരിക്കും ഇവൾക്കല്ലേ ഒരു ജീവിതം വേണ്ടത്? അവൻ മനസ്സിലോർത്തു. പിന്നെ ചിന്തകൾ മാറ്റിവെച്ച് മെല്ലെ അവളുടെ വാതിലിൽ തട്ടി. വാതിൽ തുറന്ന് ചാരു മുന്നിൽ നിൽക്കുന്ന കല്യാണിനെ അത്ഭുതത്തോടെ നോക്കി. വിവാഹ ചടങ്ങുകളുടെ ഭാഗമായി അമ്പലത്തിൽ പോയ കല്യാൺ ഇവിടെ നിൽക്കുന്ന കണ്ടാൽ ആരായാലും അത്ഭുതപ്പെടാതിരിക്കുമോ? ഹേയ് കല്യാൺ, താൻ അമ്പലത്തിൽ പോയില്ലേ? എന്താ ഇവിടെ? എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു, അതാ ഞാൻ തിരിച്ചു വന്നത്. അതിന് താൻ ലീവിലല്ലേ? പിന്നെന്ത് ജോലി?
അവൾ അവനെ സംശയത്തോടെ നോക്കി. അത് പിന്നെ ഞങ്ങൾ ആർമിക്കാർക്ക് അങ്ങനെ ലീവാണെന്ന് പറഞ്ഞ് എല്ലാം വിട്ടെറിഞ്ഞേൽക്കാനൊന്നും പറ്റില്ല. ജോലി വന്നാൽ ചെയ്യണം, അത്ര തന്നെ. പക്ഷെ അവന്റെ വാക്കുകൾ അവൾക്ക് വിശ്വാസം വന്നിരുന്നില്ല. എന്നിരുന്നാലും വിശ്വസിക്കുകയല്ലാതെ മറ്റു മാർഗവുമില്ല. അവർ മെല്ലെ ഹാളിലേക്ക് നടന്നു. ഭക്ഷണം തയ്യാറാക്കി ഒന്നിച്ചിരുന്ന് കഴിച്ചു. കുറേയധികം സംസാരിച്ചു, ചിരിച്ചു. ഇതെല്ലാം ചാരുവിന് പുതിയതായിരുന്നു. അവളുടെ കഴിഞ്ഞകാല ഓർമ്മകളിൽ ഒരിക്കൽ പോലും എത്തി നോക്കാത്തത്. അവനുമായിട്ടുള്ള ആ നിമിഷങ്ങൾ അവളും ആസ്വദിക്കുകയായിരുന്നു. ഇന്നേക്ക് 3-ാം നാൾ കല്യാൺ തൻ്റെ സേതുവിൻ്റെ വരനാണ്. അവൾ ഓർത്തു, തൻ്റെ ജീവിതത്തിലും കല്യാണിനെ പോലെ ഒരാൾ വന്നിരുന്നെങ്കിലെന്ന് അവൾ ആഗ്രഹിച്ചു. ദീർഘനേരം നീണ്ട അവരുടെ സംഭാഷണങ്ങൾക്കൊടുവിൽ എല്ലാവരും വരാൻ സമയമായപ്പോൾ കല്യാൺ വീണ്ടും ജോലി സംബന്ധമായ തിരക്കെന്ന് പറഞ്ഞ് ചാരുവിനോട് യാത്ര പറഞ്ഞിറങ്ങി. മറ്റുള്ളവർക്ക് അവൻ സേതുവിൻ്റെ കൂടെയാണ്. അവന് സേതുവിനെ കൂട്ടി വേണം തിരികെ വരാൻ. ചാരുവിനോടത്തുള്ള ഈ നിമിഷങ്ങൾ ഒരിക്കലും അവസാനിക്കരുതെന്ന് അവന് തോന്നി. പക്ഷേ ഇപ്പോൾ അതിനുള്ള സമയമല്ല. അരുണിന്റെ വീട്ടിൽ നിന്നും സേതു നേരത്തെ യാത്ര പറഞ്ഞിറങ്ങിയിരുന്നു. അവരുടെ ചർച്ചകളൊക്കെയും ചെന്ന് നിന്ന് ഒറ്റ ഉത്തരത്തിലായിരുന്നു. സേതു വീട് വിട്ടിറങ്ങി വരാതെ അവൾക്ക് അരുണിനെ സ്വന്തമാക്കാൻ സാധിക്കില്ല. പക്ഷെ തനിക്കതിന് സാധിക്കില്ല. തൻ്റെ അച്ഛൻ്റെ സ്നേഹം അത് തനിക്ക് അത്രയും വിലപ്പെട്ടതാണ്. ചാരുവിനോടുള്ള അച്ഛൻ്റെ പെരുമാറ്റം പോലും തന്നെ പലപ്പോഴും വേദനപ്പെടുത്തിയിട്ടുണ്ട്. ആ സ്ഥാനത്ത് തന്നെ സങ്കല്പിക്കാൻ പോലും അവൾക്ക് സാധിക്കുമായിരുന്നില്ല. സേതുവിൻ്റെ ചിന്തകൾ അതിരുകടന്ന് തുടങ്ങിയിരുന്നു. അവളുടെ തലയിൽ ഒരു ബുദ്ധി ഉദിച്ച് കഴിഞ്ഞിരുന്നു. അവൾ വന്യമായ ഭാവത്തിലൊന്ന് ചിരിച്ചു. സ്നേഹം അതങ്ങനെയാണ്. ഒരാളെ നല്ലവനാക്കാനും ചീത്തയാക്കാൻ അതിന് നിമിഷ നേരം മതി. തലയിലുദിച്ച തീരുമാനം നടപ്പിലാക്കാൻ അവൾ പല വഴികൾ ചിന്തിച്ചു. ഒടുവിൽ ചിന്തകൾക്ക് വിട നൽകി അവൾ തിരികെ പോവാനായി കല്യാണിനെ വിളിച്ചു. മനസ്സിൽ ചതി ഒളിപ്പിച്ചവൾ പുറമേ നടിച്ചു തുടങ്ങിയിരുന്നു. നാളെയാണ് കല്യാണം. വീടാകെ ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. രാവിലെ മുതൽ സേതുവിന്റെ പെരുമാറ്റത്തിലെ വ്യത്യാസം കല്യാണം ശ്രദ്ധിച്ചിരുന്നു. കല്യാണത്തിരക്കിൽ അങ്ങിങ്ങായി ഓടി നടക്കുന്ന ചാരുവിന്റെ പിറകെ തന്നെയായിരുന്നു അവളുടെ കണ്ണുകൾ. പലപ്പോഴും അവളുടെ കണ്ണുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ചതി കല്യാണിന് ഫീൽ ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിലും വ്യക്തമായൊരു ധാരണ അവനുണ്ടായിരുന്നില്ല. എന്തായാലും സേതുവിനെ ഫോളോ ചെയ്യാൻ തന്നെ കല്യാൺ തീരുമാനിച്ചു. പക്ഷേ പിന്നീട് അവൻ കണ്ടത് ഒരു ഗ്ലാസ്സിൽ ഉറക്ക ഗുളിക കലക്കി ചാരുവിന് കൊടുക്കുന്ന സേതുവിനെയാണ്. പക്ഷേ കല്യാണിന് അപ്പോൾ അവളെ തടയാൻ സാധിക്കുമായിരുന്നില്ല. അവളുടെ ഫുൾ പ്ലാൻ എന്താണെന്ന് അവൻ അറിയണമായിരുന്നു. ചാരുവിന് വല്ലാത്ത ക്ഷീണം തോന്നി തുടങ്ങിയതുകൊണ്ടാണ് അവൾ റൂമിലേക്ക് പോയത്. കാവ്യ താഴെ കുട്ടികളുടെ കൂടെ കളിക്കുന്നവൾ കണ്ടിരുന്നു. ക്ഷീണം കാരണം ചെന്ന് കിടന്ന പാടെ അവൾ ഉറങ്ങിപ്പോയിരുന്നു. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഡോറിലാരോ ശക്തമായി മുട്ടുന്ന കേട്ടാണ് അവൾ കണ്ണു തുറന്ന്. ചെന്ന് കതക് തുറന്ന് നോക്കുമ്പോൾ മുഴുവൻ കുടുംബം അവളെ തന്നെ നോക്കി നിൽക്കുന്നതാണ് അവൾ കണ്ടത്. അധികം ചിന്തിക്കാൻ അവൾക്ക് സമയമുണ്ടായിരുന്നില്ല. ശാരദ അതിനു മുമ്പേ അവളുടെ കവിളിൽ ആഞ്ഞടിച്ചിരുന്നു. തള്ളയുടെ താനിക്കോടെ നീയും പുറത്തെടുത്തു അല്ലടി നാശം. നിനക്ക് എന്റെ മകളുടെ ജീവിതം തന്നെ നശിപ്പിക്കണല്ലേ. നിന്നെ കൊല്ലാതെ വിട്ടത് എന്റെ തെറ്റ്. അതും പറഞ്ഞ് ശാരദ അവളുടെ മുടിയിൽ പിടിച്ചു വലിച്ച് അവളെ നിലത്തേക്ക് തള്ളിയിട്ടു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്ന സേതുവിനെ അവൾ ദയനീയമായി നോക്കി. എന്നാലും നീ എന്നോട് ഇത് ചെയ്യുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല ചാരു. സേതു അവളെ നോക്കി സങ്കടത്തോടെ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ നിങ്ങൾക്ക് ഈ പറയുന്നത്? എന്താ ഞാൻ ചെയ്ത തെറ്റ്? എന്തിനാ എന്നെ തല്ലുന്നത്? ചാരു ദയനീയമായി ചോദിച്ചു. നിനക്കൊന്നും അറിയില്ല അല്ലേടി. എവിടെയടി കല്യാൺ? അവൻ എന്തിനാടി നിന്റെ മുറി വന്ന്? നിന്റെ സ്വഭാവം ഇത്രക്ക് വിഷമാണെന്ന് കരുതിയില്ല. ചേച്ചിയുടെ ഭർത്താവാൻ പോകുന്ന ആളെ. അതും പറഞ്ഞ സെൽവം വീണ്ടും അവളെ തല്ലി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അപ്പോഴാണ് അവളുടെ മുറിയിൽ നിന്ന് കല്യാൺ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അവൻ അവരെല്ലാവരെയും രൂക്ഷമായി നോക്കി. എല്ലാവരുടെയും പ്രകടനങ്ങളൊക്കെ കഴിഞ്ഞെങ്കിൽ ഇനി എനിക്കൊരു കാര്യം നിങ്ങളൊക്കെ കാണിക്കാനുണ്ട്. അതും പറഞ്ഞ് അവൻ കൈലാഷിനെ അവൻ്റെ അടുത്തേക്ക് വിളിച്ചു. കൈലാഷ് അവൻ്റെ ഫോൺ കല്യാണിന് നേർക്ക് നീട്ടി. അവൻ ഫോണിൽ നിന്നൊരു വീഡിയോ ഓപ്പണാക്കി മറ്റുള്ളവർക്ക് നേരെ നീട്ടി. ചാരുവിന് കൊടുത്ത പോലെ തന്നെ കല്യാണിന്റെ ജ്യൂസിൽ ഉറക്ക ഗുളിക കലക്കുന്ന സേതുവിനെ കാണി എല്ലാവരുടെയും കണ്ണുകൾ വീഡിയോയിൽ നിന്ന് മാറി സേതുവിലേക്ക് വന്നു. അവൾ ആ ജ്യൂസ് കല്യാണിന് കൊടുക്കുകയും പിന്നീട് ആരൊക്കെയോ ചില ജോലിക്കാരുടെ സഹായത്തോടെ അവനെ ചാരുവിന്റെ മുറിയിൽ എത്തിക്കുന്നൊക്കെ വീഡിയോയിൽ വ്യക്തമായിരുന്നു. ചാരുവിന്റെ കണ്ണുകൾ അനുസരണയില്ലാതെ ഒഴുകിക്കൊണ്ടിരുന്നു. സേതുവിൽ നിന്ന് ഇങ്ങനൊരു നീക്കം ഒരിക്കലും അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ വീഡിയോ അവസാനിച്ചതും ജാനകിയുടെ കൈ സേതുവിന്റെ കവിളിൽ പതിഞ്ഞിരുന്നു. നീയൊക്കെ ഒരു പെണ്ണാണോടി. മറ്റൊരു പെണ്ണിനോട് ഇങ്ങനെ ചെയ്യാൻ നിനക്കൊക്കെ ഇങ്ങനെ മനസ്സ് വന്നു? എന്തിനു വേണ്ടിയാടി നീ പണി കാണിച്ച്? സത്യം പറയടി. അവരവിടെ കവിളിൽ വീണ്ടും ആഞ്ഞടിച്ചു. കാര്യം ഞാൻ പറയാം. അവൾക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല. അവൾക്ക് വേറൊരാൾ ഇഷ്ടമാണ്. പക്ഷെ അവൾക്ക് വീട്ടുകാരെ വെറുപ്പിക്കാനും വയ്യ. എല്ലാവരുടെയും സ്നേഹം വേണം താനും. എന്നാൽ നല്ല പിള്ള ആവുകയും വേണം. അതിന് പാവം വേറൊരു പെണ്ണിനെ ബലിയാടാക്കാൻ നോക്കി. ഞാൻ രാവിലെ തൊട്ട് ഇവിടെ മാറ്റങ്ങൾ ശ്രദ്ധിക്കുന്ന. ചാരുവിന് ഇവളെന്തോ കലക്കി കൊടുക്കുന്ന ഞാൻ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെയാ ഞാൻ കൂടുതൽ ശ്രദ്ധയോടെ ഇരുന്ന്. എന്നാൽ അതേ നാണയം അവൾ എൻ്റെ അടുത്തും പ്രയോഗിച്ചപ്പോൾ ഞാൻ കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടേക്കാണെന്ന് ഉറപ്പിച്ചു. അതുകൊണ്ട് തന്നെയാ ഞാൻ കൈലാഷിനോട് ബാക്കിയുള്ളവരുടെ പ്രവൃത്തികൾ കൂടെ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഈ ട്വിസ്റ്റ് പാവം സേതു പ്രതീക്ഷിച്ചില്ല. കല്യാണം അവളെ പിടിച്ച് ചാരുവിന് മുമ്പിൽ കൊണ്ട് നിർത്തി അവളോട് ക്ഷമ പറയാൻ പറഞ്ഞു. നിറകണ്ണുകളോടെ നിന്ന് തന്നോട് ക്ഷമ ചോദിക്കുന്ന സേതുവിനെ കാണി ചാരുവിന് അവളോട് തന്നെ വെറുപ്പാണ് തോന്നിയത്. പിന്നീട് കല്യാൺ കഴിഞ്ഞ ദിവസങ്ങളിൽ തൻ്റെ മുമ്പിൽ നടന്ന വിഷയങ്ങളെല്ലാം എല്ലാവരോടുമായി പറഞ്ഞു.
ശാരദയുടെ ചാരുവിനെതിരെയുള്ള പ്രവർത്തനങ്ങളും അവരുടെ പീഡനങ്ങൾ അവരുടെ ശരീരത്തിൽ അവശേഷിപ്പിച്ച അടയാളങ്ങളും അവൻ ആ കൂട്ടത്തിൽ തുറന്നു കാട്ടിയപ്പോൾ അതുവരെ ശാരദ അഴിഞ്ഞാടിയ പച്ചവേഷം ഒരു നിമിഷത്തിൽ അഴിഞ്ഞു വീഴുകയായിരുന്നു. തന്റെ ഭാര്യ തന്നെ ഇത്ര നാളും കബളിപ്പിക്കുകയായിരുന്നെന്ന ബോധം സെൽവന് കൂടുതൽ വേദന നൽകി. ഒരു തെറ്റും ചെയ്യാത്ത തന്റെ മകളെ താൻ ദ്രോഹിക്കായിരുന്നു എന്ന ബോധ്യം അയാളെ കൂടുതൽ ചുട്ടുപൊള്ളിച്ചു. 2 വർഷങ്ങൾക്ക് ഇപ്പുറം ഹോസ്പിറ്റൽ വരാന്തയിൽ സമാധാനമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കല്യാണിനെ കാണെ കൈലാഷ് അവന്റെ അടുത്ത് പോയി നിന്നു. ഒപ്പിക്കേണ്ടല്ല, ഒപ്പിച്ചു വെച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ കിടന്ന് ഓടിയിട്ടൊരു പ്രയോജനമില്ല. ധൈര്യമായിട്ടിരിക്കും കേട്ടാ, ഏടത്തിയും കുഞ്ഞിനും ഒന്നും വരില്ല. അതെ, അന്നത്തെ ആ സംഭവത്തിന് ശേഷം കല്യാണം വേണ്ടെന്ന് വെച്ച് തിരിച്ചു വരാൻ തുടങ്ങിയപ്പോൾ ജാനകിയാണ് ചാരുവിന്റെ കൈ പിടിച്ച് കൂടെ കൂട്ടിയത്. ഇനിയും ആ നരകത്തിൽ ജീവിക്കാൻ അവളെ വിടില്ലെന്ന വാശിയായിരുന്നു അവർക്ക്. എന്റെ മകന്റെ ഭാര്യയായിട്ട് ഞാൻ ഇവളെ കൊണ്ടുപോകുന്നെന്ന് അമ്മ പറയുമ്പോൾ കല്യാണിന്റെ മനസ്സും പെരുമ്പറ കൊട്ടുന്നുണ്ടായിരുന്നു. ചാരുവിനെയും കാവ്യയും കൂട്ടി അന്ന് ആ വീട് വിട്ടിറങ്ങുമ്പോൾ ഇനി ഒരിക്കലും ഈ കൈകൾ വിട്ടുകൊടുക്കില്ല ആർക്കും എന്ന ഉറച്ച തീരുമാനം അവനുണ്ടായിരുന്നു. അടുത്ത മുഹൂർത്തത്തിൽ തന്നെ അവളെ താലികെട്ടി സ്വന്തമാക്കുമ്പോൾ ലോകം കീഴടക്കിയ പോലെ തോന്നി അവന്. ചേച്ചിയെ കെട്ടാൻ പോയി അനിയത്തിയെ കെട്ടിയ വീരത്വം ഇടക്കവൻ അവളോട് പറയുമ്പോൾ അവളും മെല്ലെ ചിരിക്കുമായിരുന്നു. അങ്ങനെ പിണക്കങ്ങളും ഇണക്കങ്ങളും നിറഞ്ഞ ജീവിതത്തിനിടയിൽ അവളുടെ സ്നേഹത്തിന്റെ അടയാളം അവളുടെ വയറ്റിൽ ഉടലെടുത്ത് തുടങ്ങിയിരുന്നു. ഹോസ്പിറ്റൽ വരാന്തയിൽ അവരെല്ലാം കാത്തിരിക്കുമ്പോൾ അവന്റെ മനസ്സ് വീണ്ടും മന്ത്രിച്ചു. ഒരിക്കലും വിട്ടുകൊടുക്കില്ലെന്ന്, എന്റെ മാത്രം സ്വന്തമാണെന്ന്. അവന്റെ മടിയിൽ ഒന്നും അറിയാതെ സുഖമായിട്ടുറങ്ങുന്ന കാവ്യയുടെ നെറുകിലൊന്ന് മുത്തി അവൻ മനസ്സിലോർത്തു. നിറങ്ങളില്ലാത്ത അവന്റെ ജീവിതം എത്ര പെട്ടെന്നാണ് മാറി മറിഞ്ഞതെന്ന്. ഇന്ന് അവന്റെ ജീവിതം 7 അഴകുള്ളതാണ്, പൂർണ്ണമാണ്.